എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. അഥവാ 2021 ജനുവരി 9 നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ സൈക്കോളജിയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 8 ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് 9 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 9ാമത്തെ ചോദ്യം: താഴെ കൊടുത്തവയിൽ സമീപന അഥവാ അപ്രോച്ച്, വർജന അഥവാ അവോയ്ഡൻസ് സംഘർഷത്തിന് യോജിച്ച ഉദാഹരണം ഏതാണ്? താഴെ കൊടുത്തവയിൽ സമീപന വർജന സംഘർഷത്തിന് അഥവാ അപ്രോച്ച് അവോയ്ഡൻസ് സംഘർഷത്തിന് യോജിച്ച ഉദാഹരണം ഏതാണ്? എ. കളിക്കാൻ കൂട്ടുകാരോടൊപ്പം പോവുകയും വേണം, TV-യിൽ ക്രിക്കറ്റ് കാണുകയും വേണം. ബി. വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയില്ലെങ്കിൽ അച്ഛൻ്റെ അടിയും സ്കൂളിൽ നിന്ന് ടീച്ചറിൻ്റെ ശിക്ഷയും കിട്ടും. സി. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയും വേണം, കാർട്ടൂൺ കാണുകയും വേണം. ഡി. ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുകയും വേണം, ഫുട്ബോൾ കളിക്കാൻ പോവുകയും വേണം. ആൻസർ: ഇതിൽ അപ്രോച്ച് അവോയ്ഡൻസ് സംഘർഷത്തിന് ഉദാഹരണം ഏതാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുകയും വേണം, ഫുട്ബോൾ കളിക്കാൻ പോവുകയും വേണം. അപ്പോൾ എന്താണ് അപ്രോച്ച് അവോയ്ഡൻസ് സംഘർഷം അഥവാ സമീപന വർജന സംഘർഷം? നമുക്ക് പരിശോധിക്കാം. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് അഥവാ അപ്രോച്ച് അവോയ്ഡൻസ് സംഘർഷം എന്നത് ഒരു തരം മാനസിക സംഘർഷമാണ്. മാനസിക സംഘർഷങ്ങളെ നമുക്ക് 3 തരമായിട്ട് വേർതിരിക്കാൻ സാധിക്കും. അതിലൊന്നാമത്തത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്നാൽ നല്ല 2 കാര്യങ്ങൾ, വളരെ നല്ല 2 കാര്യങ്ങൾ, അതിൽ ഒന്ന് തിരഞ്ഞെടുക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സംഘർഷം, അതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. അതായത് 2 നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുക, ഏതാണ് ഒഴിവാക്കുക എന്നൊരു സംഘർഷം നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ. ആ സംഘർഷമാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ഉദാഹരണത്തിന് നമ്മോട് പറയുന്നു, നിനക്ക് ക്ലർക്ക് ആവണമോ അതോ അധ്യാപകനാവണമോ, 2-ൽ-1 തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ഏത് ഒഴിവാക്കും, ഏത് തിരഞ്ഞെടുക്കും? 2 നല്ലത് തന്നെയാണ്. ക്ലർക്കാവുക എന്നതും അധ്യാപകനാവുക എന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ ഏത് സ്വീകരിക്കും, ഏത് ഒഴിവാക്കും? അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സംഘർഷം, നല്ല 2 കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കണം എന്ന് പറയുമ്പോഴുണ്ടാവുന്ന സംഘർഷം, അതാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. 2ാമത്തെ മാനസിക സംഘർഷമാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് നമ്മളെ ചോദ്യത്തിലുള്ളത് അതാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു കുട്ടിക്ക് സിനിമക്ക് പോകണം, സിനിമ കാണാൻ പോകണം. എന്നാൽ സിനിമ കാണാൻ പോയാൽ അച്ഛൻ അടിക്കും. അപ്പോൾ കുട്ടി ചിന്തിക്കുകയാണ്, സിനിമ കാണാൻ പോകണമോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടി കിട്ടാതിരിക്കാൻ വീട്ടിലിരിക്കണമോ? 2-ൽ-ഏതെങ്കിലും ഒന്ന് ആ കുട്ടി തിരഞ്ഞെടുക്കണം. സിനിമ കാണാൻ പോകണമോ അല്ലെങ്കിൽ അടി കിട്ടാതിരിക്കാൻ വീട്ടിലിരിക്കണമോ? ആ ചിന്തക്കിടയിൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ആ സംഘർഷത്തെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മതിയാവും. സിനിമക്ക് പോവുകയാണെങ്കിൽ അച്ഛൻ്റെ അടി കിട്ടും. ഇനി അച്ഛൻ്റെ അടി കിട്ടാതിരിക്കണമെങ്കിൽ സിനിമക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലുണ്ടാവുന്ന സംഘർഷം, അതിനെയാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. സ്വാഗതാർഹ ലക്ഷ്യമോ നിഷേധാത്മക ലക്ഷ്യമോ ഏത് വേണം തിരഞ്ഞെടുക്കുക എന്ന പ്രശ്നം നേരിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള മനോസംഘർഷം ഉണ്ടാവുന്നത്. സ്വാഗതാർഹ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷം ഉണ്ടാവുന്ന കാര്യം. നിഷേധാത്മക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേദനാജനകമായ ഒരു അനുഭവത്തെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തെയാണ് ഇവിടെ നിഷേധാത്മകം എന്ന് പറയുന്നത്. ഇനി നോക്കാം 3ാമത്തത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി സ്കൂളിൽ അധ്യാപകൻ പറഞ്ഞു ഇമ്പോസിഷൻ എഴുതണം. ആ ഇമ്പോസിഷൻ എഴുതണമോ അല്ലെങ്കിൽ എഴുതാതെ ചെന്നാൽ അധ്യാപകൻ തല്ലും, ആ തല്ല് വാങ്ങണമോ? 2ഉം നല്ല കാര്യമല്ല. ഇമ്പോസിഷൻ എഴുതുക എന്നത് തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുക എന്നതും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. 2-ൽ-1 തിരഞ്ഞെടുത്തേ മതിയാവൂ. അടി കിട്ടരുത് എന്നാണെങ്കിൽ ഇമ്പോസിഷൻ എഴുതണം.
ഇമ്പോസിഷൻ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അധ്യാപകൻ്റെ അടി കിട്ടും. രണ്ടിലേത് തിരഞ്ഞെടുക്കണം? അപ്പോൾ മനസ്സിലുണ്ടാവുന്ന സംഘർഷമാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇതിൽ ഒരേപോലെ ശക്തിയുള്ള രണ്ട് നിഷേധാത്മക ലക്ഷ്യങ്ങളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. നമുക്ക് എ എന്ന ഓപ്ഷൻ നോക്കാം. ആദ്യം, കളിക്കാൻ കൂട്ടുകാരോടൊപ്പം പോവുകയും വേണം, ടി വിയിൽ ക്രിക്കറ്റ് കാണുകയും വേണം. അപ്പോൾ കളിക്കാൻ കൂട്ടുകാരോടൊപ്പം പോവുക എന്നത് സന്തോഷമുള്ള കാര്യമാണ്, സ്വാഗതാർഹമായ കാര്യം. ടി വിയിൽ ക്രിക്കറ്റ് കാണുക എന്ന് പറഞ്ഞാലും അതന്നെ കുട്ടിക്ക് സന്തോഷമുള്ള ഇഷ്ടപ്പെട്ട കാര്യമാണ്, സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ രണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഒഴിവാക്കണം. അതെന്താണ്? അത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അതല്ല ഇവിടെ ചോദ്യം. ഇവിടെ അപ്രോച്ച് അവോയ്ഡൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇനി നോക്കാം അടുത്തത് ബി. വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയില്ലെങ്കിൽ അച്ഛൻ്റെ അടിയും സ്കൂളിൽ നിന്ന് ടീച്ചറിൻ്റെ ശിക്ഷയും കിട്ടും. വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയില്ലെങ്കിൽ അച്ഛൻ്റെ അടി കിട്ടും. അത് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ? അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുക എന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അഥവാ നിഷേധാത്മകമായ കാര്യമാണ്. സ്കൂളിൽ ചെന്നാലോ സ്കൂളിൽ നിന്ന് ടീച്ചറിൻ്റെ ശിക്ഷയും കിട്ടും. അതും സന്തോഷമുള്ള കാര്യമല്ല. അപ്പോൾ രണ്ടും നിഷേധാത്മകമായ കാര്യമാണ്, ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിലൊന്ന് തിരഞ്ഞെടുക്കണം. ഒന്നുകിൽ സ്കൂളിൽ പോയി ടീച്ചർ അടി വാങ്ങണം, അല്ലെങ്കിൽ സ്കൂളിൽ പോവാതെ അച്ഛൻ്റെ അടി വാങ്ങണം. അപ്പോൾ ഏത് വേണം? അപ്പോൾ രണ്ടും അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ. രണ്ടും മോശപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് തിരഞ്ഞെടുക്കണം. അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അതല്ല ഇവിടെ ചോദ്യം. ഇനി സി നോക്കാം. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയും വേണം, കാർട്ടൂൺ കാണുകയും വേണം. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്, കാർട്ടൂൺ കാണുക എന്നതും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് തന്നെയാണ് അവിടെ. ഇനി ഡി നോക്കാം. ഡി ആണ് ഉത്തരം എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം. എന്നാലും വായിച്ചു നോക്കാം, കാരണം ബാക്കി മൂന്നും അല്ല എന്ന് മനസ്സിലായല്ലോ. ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുകയും വേണം. അപ്പോൾ ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ല. ഫുട്ബോൾ കളിക്കാൻ പോവുകയും വേണം. അപ്പോൾ ഫുട്ബോൾ കളിക്കുക എന്നത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യവും ഒരു സന്തോഷമില്ലാത്ത കാര്യവും. അപ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കണം? അവിടെയാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡി എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം 10. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനോലൈംഗിക വികാസ ഘട്ടത്തിൽ അഥവാ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിൽ പിതൃകാമനയും മാതൃകാമനയും എന്ന സവിശേഷതകൾ കാണപ്പെടുന്ന ഘട്ടം ഏതാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനോലൈംഗിക വികാസ ഘട്ടത്തിൽ അഥവാ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിൽ പിതൃകാമനയും മാതൃകാമനയും എന്ന സവിശേഷതകൾ കാണപ്പെടുന്ന ഘട്ടം ഏതാണ്? പിതൃകാമന എലക്ട്ര കോംപ്ലക്സ്, മാതൃകാമന ഈഡിപ്പസ് കോംപ്ലക്സ്. അപ്പോൾ ഇത് കാണപ്പെടുന്ന ഘട്ടം ഏതാണ് എന്നാണ് ചോദ്യം. എ. ജനനേന്ദ്രിയ ഘട്ടം, ജെനിറ്റൽ സ്റ്റേജ്. ബി. നിർലീന ഘട്ടം, ലാറ്റൻസി സ്റ്റേജ്. സി. ലിംഗഘട്ടം, ഫാലിക് സ്റ്റേജ്. ഡി. ഗുദഘട്ടം, അനൽ സ്റ്റേജ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലിംഗഘട്ടം, ഫാലിക് സ്റ്റേജ്. എന്താണ് ഫാലിക് സ്റ്റേജ് എന്ന് നമുക്ക് പരിശോധിക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് ലളിതമായിട്ടൊന്ന് നോക്കാം. അദ്ദേഹം 5 ഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഓറൽ സ്റ്റേജ്, അത് 1 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 2 അനൽ സ്റ്റേജ്, 2 മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. മൂന്നാമത്തതാണ് ഫാലിക് സ്റ്റേജ്, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. നാലാമത്തത് ലാറ്റൻസി സ്റ്റേജ്, 6 വയസ്സ് മുതൽ പ്യൂബർട്ടി വരെയുള്ള കാലഘട്ടം. 5ാമത്തെ സ്റ്റേജാണ് ജെനിറ്റൽ സ്റ്റേജ്, പ്യൂബർട്ടിക്ക് ശേഷമുള്ള കാലഘട്ടം. ഇങ്ങനെ 5 കാലഘട്ടമായിട്ടാണ്, 5 ഘട്ടങ്ങളായിട്ടാണ്, 5 സ്റ്റേജുകളായിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നത്. എന്താണ് ഇത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഫ്രോയിഡ് സൈക്കോസെക്ഷൽ തിയറിയിൽ പറയുന്നത്, അഥവാ മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്നത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ലിബിഡോർജം, അദ്ദേഹം പ്രത്യേകം പറയുന്ന ഒരു ഊർജമാണ് ലിബിഡോർജം. ആ ലിബിഡോർജം ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ശരീരഭാഗങ്ങളെ കാമോദ്ദീപക മേഖലകൾ അഥവാ എറോജനസ് മേഖലകൾ എന്ന് പറയുന്നു.
വ്യക്തി വളരുന്നതിനൊത്ത് ഈ മേഖലകൾ ഒരു ശരീരഭാഗത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുന്നു. അങ്ങനെയാണ് അദ്ദേഹം 5 സ്റ്റേജുകളായിട്ട് വേർതിരിച്ചത്. ഈ ലിബിഡോർജം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ 5 ഭാഗങ്ങളിലേക്ക് അത് നീങ്ങുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ 5 സ്റ്റേജുകളായിട്ട് മനോലൈംഗിക വികസനത്തെ അദ്ദേഹം വേർതിരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് വദനഘട്ടം അഥവാ ഓറൽ സ്റ്റേജ്. ഇത് ജീവിതത്തിലെ ആദ്യ വർഷമാണ്. വദനഘട്ടം അഥവാ ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വർഷം. ആ സന്ദർഭത്തിൽ വായ ആണ് അപ്പോഴത്തെ ഉദ്ദീപക മേഖല. അതിനാൽ വായുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവൃത്തിയും ശിശുവിന് ആനന്ദജനകമായിരിക്കും. ഊറിയാണ് ഈ ഘട്ടത്തിൽ ആനന്ദം അനുഭവിക്കുന്നത്. അഥവാ വായിൽ കൈയിടുക, വായിൽ വിരലിങ്ങനെ ഈമ്പുക, ഇതൊക്കെയാണ് ആ ഘട്ടത്തിൽ കുട്ടികൾ ചെയ്യുക. അപ്പോൾ അവരുടെ ഉദ്ദീപക മേഖല വായ ആയതുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾ ചെയ്യുന്നത്. പിൽക്കാലത്ത് പല്ലുകൾ മുളക്കുമ്പോൾ കടിച്ചും ആനന്ദം അനുഭവിക്കാം. അപ്പോൾ ഒന്നാം ഘട്ടം ഈ ഓറൽ സ്റ്റേജ്. രണ്ടാമത്തതാണ് പൃഷ്ഠഘട്ടം അഥവാ അനൽ സ്റ്റേജ്. ഇത് 2-ാം വയസ്സിലാണ് തുടങ്ങുന്നത്. ആ ഘട്ടത്തിൽ ഉദ്ദീപക മേഖല മലദ്വാരമാണ്. ഈ ഘട്ടത്തിൽ വിസർജ്യം പിടിച്ചു വെച്ചും പുറത്തേക്ക് തള്ളിയും ഉണ്ടാകുന്ന സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടി ആനന്ദം നേടുന്നത്. ഇതാണ് അനൽ സ്റ്റേജ്. മൂന്നാമത്തെ ഘട്ടമാണ് ലൈംഗികാവയവ ഘട്ടം അഥവാ ഫാലിക് സ്റ്റേജ്. ഇത് 3-ാം വയസ്സിൽ ആരംഭിച്ച് 5-ാം വയസ്സ് അവസാനിക്കുന്നത് വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ആനന്ദാനുഭൂതി അനുഭവിക്കുന്നത് ലൈംഗികാവയവങ്ങളുടെ സ്പർശനം വഴിയാണ്. കുട്ടികളിൽ ലൈംഗികതയെ പറ്റിയുള്ള ബോധം ജനിച്ചു തുടങ്ങുന്നു. അപ്പോൾ അവര് എതിർലിംഗത്തിൽപ്പെട്ട രക്ഷിതാവിനോട് വൈകാരിക താല്പര്യം പ്രകടിപ്പിക്കുന്നു. ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? ആൺകുട്ടികളിൽ അമ്മയോടുള്ള ലൈംഗിക താല്പര്യത്തിന്റെ രൂപത്തിൽ ഈഡിപ്പസ് കോംപ്ലക്സും പെൺകുട്ടികളിൽ അച്ഛനോടുള്ള ആഭിമുഖ്യത്തിന്റെ രൂപത്തിൽ ഇലക്ട്രാ കോംപ്ലക്സും രൂപം കൊള്ളുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചോദ്യം കിടക്കുന്നത്. ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും ഏത് ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഫാലിക് സ്റ്റേജ് എന്നാണ് നമ്മൾ ഉത്തരം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഉത്തരം എങ്ങനെ വന്നു എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുമല്ലോ. അപ്പൊ 3-ാമത്തെ ഘട്ടമാണ് ഫാലിക് സ്റ്റേജ്. 4-ാമത്തെ ഘട്ടമാണ് നിലീന ഘട്ടം അഥവാ ലാറ്റൻസി സ്റ്റേജ്. ഇത് 5-ാം വയസ്സിൽ തുടങ്ങും. എന്നിട്ട് ലൈംഗിക ആരംഭ കാലം വരെ നിലനിൽക്കുകയും ചെയ്യും. ഇത് ഒരു ഡോർമന്റ് പീരീഡാണ് അഥവാ ഒരു സുപ്തഘട്ടം അഥവാ നികീർണ ഘട്ടം. ഈ ഘട്ടത്തിൽ കുട്ടിക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിഗണന കുറയുന്നു. ഉദ്ദീപക മേഖല ഒളിഞ്ഞിരിക്കുകയാണെന്ന് തോന്നും. ആ പ്രായത്തിൽ കുട്ടികൾ ചെയ്യുന്നത് സ്വന്തം ലിംഗത്തിൽപ്പെട്ട സമവയസ്കരുമായിട്ട് കളികളിൽ ഏർപ്പെടുന്നു. ആൺകുട്ടികൾ ആൺകുട്ടികളുടെ കൂടെയും പെൺകുട്ടികൾ പെൺകുട്ടികളുടെ കൂടെയുമാണ് ഈ 5-ാം വയസ്സ് മുതൽ ലൈംഗിക ആരംഭ കാലം വരെയുള്ള ലാറ്റൻസി സ്റ്റേജിൽ അവർ കളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. 5-ാമത്തെ ഘട്ടമാണ് ലൈംഗിക ഘട്ടം അഥവാ ജെനിറ്റൽ സ്റ്റേജ്. ഇത് കൗമാരകാലം തൊട്ട് പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ഘട്ടമാണ്. ലൈംഗിക ആരംഭകാലത്തും കൗമാരകാലത്തും സംഭവിക്കുന്ന ശാരീരിക മാറ്റങ്ങളാണ് ഈ ഘട്ടത്തിൻ്റെ പ്രധാന പ്രത്യേകത. ശരീരത്തിനുണ്ടാകുന്ന ലൈംഗികവും രസതന്ത്രപരവുമായ മാറ്റങ്ങൾ മൂലം അന്യലിംഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള അന്യലിംഗ താല്പര്യം വളരുന്നു. തന്മൂലം എതിർലിംഗത്തിൽപ്പെട്ട പങ്കാളിയോടുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് അപ്പോൾ സംതൃപ്തി ലഭിക്കുക. ഇതാണ് ലൈംഗിക ഘട്ടം അഥവാ ജെനിറ്റൽ സ്റ്റേജ്. 11. ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. എ. ബാഹ്യാഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നില്ല. ബി. സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വരുന്നതാണ് ആന്തരികാഭിപ്രേരണ അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. സി. ബാഹ്യാഭിപ്രേരണ ആന്തരികാഭിപ്രേരണക്ക് കാരണമാകുന്നില്ല. ഡി. ബാഹ്യാഭിപ്രേരണ ആന്തരികാഭിപ്രേരണക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു. ഇവയിൽ
അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനുമായിട്ട് ഈ പറഞ്ഞതിൽ ഏറ്റവും ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. അപ്പോൾ എ എന്ന ഓപ്ഷൻ എന്താ? ഇവിടെ അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ചോദ്യം വലുതായതുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എ ബി ആർ കറക്റ്റ്. എയും ബിയും ശരിയാണ്. ബി പറയുന്നു എയും സിയും കറക്റ്റാണ്. സി എന്ന ഓപ്ഷൻ ബിയും ഡിയും കറക്റ്റാണ്. ഡി പറയുന്നു എല്ലാം കറക്റ്റാണ് എന്ന്. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ബിയും ഡിയുമാണ് ശരി. അഥവാ ബിയും ഡിയും അത് രണ്ടുമാണ് ശരി. അതെന്താണ്? സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരികാഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഡി എന്താണ്? ബാഹ്യാഭിപ്രേരണ ആന്തരികാഭിപ്രേരണക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ എന്താണ് മോട്ടിവേഷൻ? എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ? നമുക്കൊന്ന് പരിശോധിക്കാം. മോട്ടിവേഷനെ നമുക്ക് ഇൻട്രിൻസിക് എന്നും എക്സ്ട്രിൻസിക് എന്നും രണ്ടായിട്ട് വേർതിരിക്കാം. അഥവാ ആന്തരികം, ബാഹ്യം. ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ. ഈ ആന്തരിക അഭിപ്രേരണയെ നൈസർഗിക അഭിപ്രേരണ എന്ന് പറയാറുണ്ട്. അഥവാ നൈസർഗികമായിട്ടുള്ളതാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കൃത്രിമമായ അഭിപ്രേരണ എന്നും അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇവ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം, അതാണ് എളുപ്പം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ ഒരു ഉദാഹരണം, ഒരു നല്ല കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷന് ഉദാഹരണമാണ്. അഥവാ ആന്തരിക അഭിപ്രേരണ. എന്തിനാ ഫുട്ബോൾ കളിക്കുന്നത്? സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്, കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എല്ലാ ദിവസവും അയാൾ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കളിക്കുന്നത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ചിലർ നോവൽ വായിക്കുന്നു. എന്തിനാ? അത് വായിക്കുന്നത് വഴി തന്നെ അയാൾക്ക് സന്തോഷം കിട്ടുന്നു. ഇതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അതായത് ആന്തരികാഭിപ്രേരണയുള്ള വ്യക്തി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അയാൾ അതിൽ പ്രകൃത്യാ തൽപരനായതുകൊണ്ടും അത് ചെയ്യുക വഴി അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നത് കൊണ്ടുമാണ്. ഇതാണ് ആന്തരിക അഭിപ്രേരണ. എന്നാൽ ഒരാൾ ഫുട്ബോൾ കളിക്കുന്നത് പണം നേടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഏതെങ്കിലും ഒരു ക്ലബിൽ ചേർന്ന് ആ ക്ലബിന്റെ കളിക്കാരനായി കളിച്ച് അങ്ങനെ പണം നേടുക എന്ന ലക്ഷ്യമാണ് അയാൾക്കുള്ളതെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ല, അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. ഒരു കുട്ടി പുസ്തകം വായിക്കുന്നത് പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ, പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രം പുസ്തകം വായിക്കുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്, അഥവാ ബാഹ്യാഭിപ്രേരണയാണ്. അതായത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ സംതൃപ്തിയുടെ ഉറവിടം പ്രവർത്തനത്തിനുള്ളിലല്ല, ആ പ്രവർത്തനം വഴിയല്ല. പുസ്തകം വായിക്കുമ്പോൾ, നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല അയാൾ ഉദ്ദേശിക്കുന്നത്. ആ പുസ്തകം വായിച്ച് പരീക്ഷ ജയിക്കുക, പരീക്ഷയിലെ വിജയമാണ് അയാളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ചോദ്യം 12. ഡാഷ് വിലയിരുത്തുന്നതിന് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ TAT ഉപയോഗിക്കുന്നു. ഡാഷ് വിലയിരുത്തുന്നതിന് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ TAT ഉപയോഗിക്കുന്നു. എ ഓർമ്മ, മെമ്മറി. ബി വ്യക്തിത്വം, പേഴ്സണാലിറ്റി. സി ബുദ്ധി, ഇന്റലിജൻസ്. ഡി അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, വ്യക്തിത്വം, പേഴ്സണാലിറ്റി. വ്യക്തിത്വം അളക്കുന്നതിനുള്ള വിക്ഷേപണ തന്ത്രങ്ങളിൽ അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളിൽ ഒന്നാണ് TAT അഥവാ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. വ്യക്തിത്വം അളക്കാൻ വേറെയും ഒരുപാട് തന്ത്രങ്ങളുണ്ട്, വിക്ഷേപണ തന്ത്രങ്ങൾ മാത്രമല്ല. ഈ വിക്ഷേപണ തന്ത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ അബോധ മനസ്സിനെയും കൂടി പഠിക്കുന്നു എന്നതാണ്. അബോധ മനസ്സിനെയും കൂടി പഠിക്കുന്ന വിക്ഷേപണ തന്ത്രങ്ങൾ വ്യക്തിത്വ പഠനത്തിന് ഏറ്റവും അനുയോജ്യമാണ്. അപ്പോൾ ആ വിക്ഷേപണ തന്ത്രങ്ങളിലെ ഒന്നാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. എന്തൊക്കെയാണ് ഈ വിക്ഷേപണ തന്ത്രങ്ങൾ? എപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കൊന്ന് ലളിതമായിട്ട് നോക്കാം. അതിലൊന്നാണ് റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇത് ഒരു സ്വിറ്റ്സർലാൻഡിലെ മനഃശാസ്ത്ര വിദഗ്ധനായ ഹെർമൻ റോഷ 1921 ആവിഷ്കരിച്ചതാണ്. ഈ ടെസ്റ്റിൽ 10 കാർഡുകൾ ഉണ്ടാവും.
ഈ 10 കാർഡുകളിലും ഓരോ ചിത്രങ്ങൾ ഉണ്ടാകും. ഒരു പേപ്പറിൽ, ഒരു വെള്ള പേപ്പറിൽ നമ്മൾ അല്പം മഷി കുടഞ്ഞിട്ട് ആ പേപ്പർ മടക്കിയ ശേഷം പിന്നെ നിവർത്തിയാൽ അതിൽ കാണുന്ന ചിത്രമില്ലേ, അതുപോലുള്ള ചിത്രമാണ് ഈ 10 കാർഡുകളിലും ഉണ്ടാവുക. ഓരോ കാർഡും ഇങ്ങനെ ആരെയാണോ ഈ ടെസ്റ്റിന് വിധേയമാക്കുന്നത് അയാൾക്ക് കൊടുക്കും, ഓരോന്നോരോന്നായിട്ട് കൊടുക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, ഇത് എന്തുപോലെ തോന്നുന്നു, ഈ ചിത്രം എന്തായിരിക്കും? അപ്പോൾ അയാൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് അതിന് മറുപടി പറയും. അയാൾ പറയുന്ന മറുപടിയും അത് അയാൾ ആലോചിച്ച് പറയാൻ എത്ര സമയമെടുക്കുന്നു എന്നതുമൊക്കെ വിദഗ്ധരായ ആളുകൾ വിലയിരുത്തിയിട്ട് വ്യാഖ്യാനിക്കും. ഈ ടെസ്റ്റ് സാധാരണ നടത്തുന്നത് സാരമായ വ്യക്തിത്വ വ്യതിയാനങ്ങൾ ഉള്ള ആളുകൾക്കാണ് ഈ ടെസ്റ്റ് നടത്താറുള്ളത്. വിക്ഷേപണ തന്ത്രങ്ങളിൽ അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളിലെ രണ്ടാമത്തതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അതാണല്ലോ നമ്മൾ ചോദ്യത്തിലുള്ളത്. ഇത് ആരൊക്കെ ചേർന്നാണ് ആവിഷ്കരിച്ചത് എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. മോർഗനും മുറേയുമാണ്. 1935 അവരിത് ആവിഷ്കരിച്ചത്. ഈ ടെസ്റ്റിൽ 20 ചിത്രങ്ങളാണ് ഉള്ളത്. ഈ 20 ചിത്രങ്ങളും അത്ര വ്യക്തമായതല്ല, അവ്യക്തവും സൂക്ഷ്മത കുറഞ്ഞതുമാണ് ഈ ചിത്രങ്ങൾ. ഓരോ ചിത്രത്തിലും വ്യത്യസ്ത പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒന്നോ രണ്ടോ മനുഷ്യരുണ്ടാവും. ഒന്നോ രണ്ടോ മനുഷ്യർ എന്തോ ചില പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ചിത്രമാണ് അതിലുണ്ടാവുക. ഈ ചിത്രങ്ങൾ കൊടുത്തിട്ട് ഈ ടെസ്റ്റിന് വിധേയനാക്കുന്ന ആളോട് പറയും, ഈ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഒരു കഥ വികസിപ്പിക്കാൻ. അങ്ങനെ അയാൾ കഥ എഴുതി തുടങ്ങുമ്പോൾ അയാൾ തന്നെ ആ കഥയിലെ ഒരു കഥാപാത്രമായിട്ട് മാറും. അയാളുടെ ആത്മകഥയായിട്ട് ആ കഥ മാറുകയും ചെയ്യും. അതാണ് അതിലെ രസകരമായ ഒരു കാര്യം. അപ്പോൾ ആ കഥ എഴുതുമ്പോൾ അയാളുടെ വികാരങ്ങളും അയാളുടെ അഭിപ്രേരണകൾ, അയാളുടെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇതൊന്നും അയാൾ പുറത്ത് പറയാൻ ശരിക്കും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ കഥയിലൂടെ അതൊക്കെ പുറത്ത് വരികയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഇത്. ഇത് സാധാരണ വലിയ പ്രശ്നങ്ങളുള്ള ആളുകൾക്കല്ല, നിദാന നിർണയത്തിന് എന്നതിലേറെ സാമാന്യമായി വ്യക്തിത്വത്തെ മനസ്സിലാക്കാനാണ് ഈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ റോഷ ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇതും കൂടി നൽകിയാൽ മികച്ച ഫലമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, WAT. വ്യവഹാര വൈകല്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് CG യുങ് ആണ് ഈ ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത്. ഈ ടെസ്റ്റിന് വിധേയമാകുന്ന ആളെ വ്യക്തിത്വ സൂചകങ്ങളായ നിരവധി പദങ്ങൾ കാണിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യും. അതിൽ ഓരോന്നിനോടും ബന്ധപ്പെട്ടതെന്ന് ആ ടെസ്റ്റ് ചെയ്യുന്ന ആള് കരുതുന്ന ഒരു പദം അതിനായി നൽകിയിട്ടുള്ള പദക്കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. ചില പ്രതികരണങ്ങൾ ഉടനടിയും മറ്റ് ചിലത് വൈകിയുമായിരിക്കും വരിക. വൈകി വരുന്ന പ്രതികരണങ്ങൾ വ്യക്തിയുടെ കോംപ്ലക്സുകളെയോ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളെയോ സൂചിപ്പിക്കുന്നു. ഈ ടെസ്റ്റ് നടത്തിയിട്ട് യുങ് വ്യക്തിത്വത്തെ അന്തർമുഖമെന്നും ബഹിർമുഖമെന്നും ഉഭയമുഖമെന്നും വേർതിരിക്കുകയുണ്ടായി. അപ്പോൾ മൂന്നാമത്തെ ടെസ്റ്റാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. നാലാമത്തതാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇത് 3 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് തയ്യാറാക്കിയത് ലിയോപോൾഡ് ബല്ലാക് എന്ന വ്യക്തിയാണ്. ഈ ടെസ്റ്റിൽ 10 കാർഡുകൾ ഉണ്ടായിരിക്കും. അതിൽ ഒന്നുകിൽ മൃഗങ്ങളുടെ ചിത്രം അല്ലെങ്കിൽ മൃഗങ്ങൾ ഉൾപ്പെട്ട ഒരു സന്ദർഭത്തിൻ്റെ ചിത്രം, അതാണ് അതിലുണ്ടാവുക. ഈ മൃഗങ്ങളെയൊക്കെ യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. കുടുംബ ബന്ധങ്ങൾ, ഭക്ഷണശീലങ്ങൾ, പിന്നെ ശൗച പരിശീലനം തുടങ്ങിയ സന്ദർഭങ്ങളാണ് അതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാർഡുകൾ ഓരോന്നോരോന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കും. ഓരോ കാർഡ് കൊടുക്കുമ്പോഴും അത് സംബന്ധമായിട്ട് ഒരു കഥ എഴുതാൻ പറയും. ആ കഥ വിശകലനം ചെയ്തിട്ടാണ് കുട്ടിയുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത്. അതാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ചോദ്യം 13. ഒരു വ്യക്തിയുടെ വികാസത്തിൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ ഘടകങ്ങൾ ശരിയായത് ഏത്? ഒരു വ്യക്തിയുടെ വികാസത്തിൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ ഘടകങ്ങൾ ശരിയായത് ഏത്? അതായത് ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. എ.
ലിംഗഭേദം, പോഷകാഹാരം, ജനനക്രമം, വംശം. ബി ഗ്രന്ഥികൾ, കുടുംബ നിലവാരം, ലിംഗഭേദം, ജനനക്രമം. സി ലിംഗഭേദം, വംശം, ഗ്രന്ഥികൾ, ജനനക്രമം. ഡി ഗ്രന്ഥികൾ, ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി. ആൻസർ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ്. ഗ്രന്ഥികൾ, ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി. ഗ്ലാൻസ്, സെക്സ്, റേസ്, ഇന്റലിജൻസ്. നമുക്കത് പരിശോധിക്കാം. ഡോക്ടർ കെ ശിവരാജന്റെ വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്ര ഭൂമിക എന്ന ബി എഡിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, വികസന പ്രക്രിയ പാരമ്പര്യത്തെയും പരിസ്ഥിതി ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് പാരമ്പര്യ ഘടകങ്ങൾ? ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം തുടങ്ങിയവയാണ് പാരമ്പര്യ ഘടകങ്ങൾ. വായുവും സൂര്യപ്രകാശവും, പോഷകാഹാരം, രോഗങ്ങളും പരുക്കുകളും, സാമൂഹിക സാംസ്കാരിക സ്വാധീനങ്ങൾ, കുടുംബ നിലവാരം, കുടുംബത്തിൽ വ്യക്തിയുടെ സ്ഥാനക്രമം തുടങ്ങിയവയാണ് പരിസ്ഥിതി ഘടകങ്ങൾ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു, ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം, ഇതാണ് പാരമ്പര്യ ഘടകങ്ങൾ. അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് ശരി.